ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻജോയ് ആൻഡ് ലേൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പഠന മികവ് രേഖ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ ഇംഗ്ലീഷ് പാർട്ട് 2, അതായത് ആക്ടിവിറ്റി കാർഡ്സ് 6 to 10 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ പഠന മികവ് രേഖ പാർട്ട് 1 ചാനലിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി കാർഡ് 6, ഐഡന്റിഫൈ ദ പിക്ചർ. ചിത്രങ്ങൾ തിരിച്ചറിയോ. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. സം ഇവന്റ്സ് ഫോർ ദ സ്റ്റോറി ലെറ്റർ ടു ഗോഡ്. ആർ യു ഓൾസോ ഗിവൺ? ലെറ്റർ ടു ഗോഡ് എന്ന കഥ പഠിച്ചത് ഓർമ്മയില്ലേ? ആ കഥയിലെ ചില സംഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചൂസ് ആൻഡ് റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് സെന്റൻസസ് ബിലോ ദ പിക്ചർ. ഓരോ ചിത്രത്തിൻ്റെയും താഴെ അതുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇവന്റ്സ് നോക്കാം. നെക്സ്റ്റ് മോർണിംഗ് ഹി റോട്ട് another letter to God. പിറ്റേ ദിവസം രാവിലെ അയാൾ ദൈവത്തിന് മറ്റൊരു കത്തെഴുതി. These aren't raindrops dropping the sky, they are like new coins. ഇവയൊന്നും ആകാശത്തിൽ നിന്നും വീഴുന്ന മഴത്തുള്ളികളല്ല, ഇവ പുതിയ നാണയങ്ങൾ പോലെയാണ്. The postman showed the postmaster the letter and lodged heartily. പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്റർക്ക് ആ കത്ത് കാണിച്ചു കൊടുക്കുകയും അവർ മനസ്സ് നിറച്ച് ചിരിക്കുകയും ചെയ്തു. The postman handed a letter to Lenjo. പോസ്റ്റ്മാൻ ലെഞ്ചോക്ക് ഒരു കത്ത് കൈമാറി. The field was white. ആ വയൽ മുഴുവനും വെളുത്തിരുന്നു. Not a leaf persisted on the trees. മരങ്ങളൊന്നും ഒറ്റയില പോലും ഉണ്ടായിരുന്നില്ല. He dropped the letter into the mailbox. അയാൾ ആ ലെറ്റർ തപാൽ പെട്ടിയിലിട്ടു. ഇനി നമുക്ക് വർക്ക് ചെയ്യാം. ദ മിറർ എന്ന പാഠത്തിലെ പ്രവർത്തനം ചെയ്തതുപോലെ തന്നെ ഇതും നമുക്ക് ചെയ്യാം. ഇവിടെയും സംഭവങ്ങൾ ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൂചനകളായി ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ചിത്രത്തിൻ്റെയും ചേരുന്ന സെന്റൻസുകൾ എടുത്ത് എഴുതണം. ആദ്യത്തെ ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ലെഞ്ചോ സന്തോഷിക്കുകയാണ്. മഴത്തുള്ളികൾ പുതിയ നാണയങ്ങൾ പോലെയാണ്. അയാൾ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട സെന്റൻസ് ഏതാണ്? These aren't raindrops dropping from the sky, they are like new coins. അടുത്തതോ? ആലിപ്പഴം പെയ്യുന്നു. വയലിലെ വിളകളെല്ലാം നശിച്ചു. ലെഞ്ചോക്ക് വിഷമമായി അല്ലേ? അതുമായി ചേരുന്ന സെന്റൻസ് ഏതാണ്? The field was white, not a leaf persisted on the trees. മൂന്നാമത്തെ ചിത്രം നോക്കൂ. എന്താണ് ലെഞ്ചോ ചെയ്യുന്നത്? തപാൽ പെട്ടിയിൽ കത്തിടുകയാണ് അല്ലേ? He dropped the letter in the mailbox. അടുത്ത ചിത്രമോ? നമ്മുടെ പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്റർക്ക് കത്ത് കാണിച്ചു കൊടുക്കുകയും അവർ അത് വായിച്ച് ചിരിക്കുകയും ചെയ്യുകയാണ് അല്ലേ? The postman showed the postmaster the letter and lodged heartily. അഞ്ചാമത്തെ ചിത്രത്തിലോ? പോസ്റ്റ്മാൻ ലെഞ്ചോക്ക് ഒരു കത്ത് കൊടുത്തു അല്ലേ? The postman handed a letter to Lenjo. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ദൈവത്തിന് മറ്റൊരു കത്തെഴുതി. ഓർമ്മയില്ലേ? നെക്സ്റ്റ് മോർണിംഗ് he wrote another letter to God. ആക്ടിവിറ്റി കാർഡ് 7, ലെറ്റർ ടു ഗോഡ്. ദൈവത്തിനുള്ള കത്ത്. Given below is a letter Lenjo wrote to God.
താഴെ കൊടുത്തിരിക്കുന്നത് ലെഞ്ചോ ദൈവത്തിന് എഴുതിയ കത്താണ്. സം പാർട്സ് ഓഫ് ഇറ്റ്സ് ആർ മിസ്സിങ്. പക്ഷേ അതിലെ കുറെ വിട്ടുപോയിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ലെറ്റർ choosing correct phrases or sentences from those given in bracket. ബ്രാക്കറ്റിൽ കൊടുത്ത ശൈലികളും വാചകങ്ങളും ഉപയോഗിച്ച് ഈ കത്തൊന്ന് പൂർത്തിയാക്കി നോക്കിയാലോ? ആദ്യം നമുക്ക് പൂർത്തിയാക്കാത്ത കത്തൊന്ന് വായിച്ചു നോക്കിയാലോ? ഡിയർ ഗോഡ്, I thank you for sending me 70 pesos. Dash. Now our condition is dash because dash no vaccination are invented so far. You know we cannot go out of the houses. Dash. There are no jobs to earn our food as we cannot do farming. Dash. Please save us from dash. I request you to dash dash ലെഞ്ചോ. ഇനി നമുക്ക് ഈ വിട്ടുപോയ ഭാഗങ്ങൾ ചേർക്കേണ്ട ഫ്രാൻസസും സെൻറ്റൻസസും ഏതൊക്കെയാണെന്ന് നോക്കാം. ദിസ് ബാഡ് കണ്ടീഷൻ. താങ്ക് യു. ടു വിസിറ്റ് അവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ലാസ്റ്റ് ടൈം. വി ഹാവ് നോ മണി ടു ബൈ ഫുഡ് ഐറ്റംസ്. Was done before. We all are scared of COVID-19 pandemic. Send me 200 pesos. ഉചിതമായ സെന്റൻസുകളും ഉപയോഗിച്ച് ഇതൊന്ന് പൂരിപ്പിച്ചു നോക്കിയാലോ? ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ, I thank you for sending me 70 pesos last time. കഴിഞ്ഞ തവണ എനിക്ക് 70 pesos അയച്ചു തന്നതിന് നന്ദിയുണ്ട്. Now our condition is worse than before because we all are scared of COVID-19 pandemic. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ മുമ്പത്തേക്കാൾ മോശമാണ്. കാരണം COVID-19 മഹാമാരി കാരണം ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. നമ്മെപ്പോലെ തന്നെ അല്ലേ? നോ വാക്സിനേഷൻ ആർ ഇൻവെന്റഡ് സോ ഫാർ. ഇതുവരെയൊന്നും വാക്സിനും കണ്ടുപിടിച്ചിട്ടില്ല. യു നോ വി കനോട്ട് ഗോ ഔട്ട് ഓഫ് ദ ഹൗസസ് ടു വിസിറ്റ് അവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഞങ്ങളുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും കാണാനായി വീടിന് പുറത്തു പോലും പോകാൻ കഴിയില്ല. There are no jobs to earn our food. ആവശ്യത്തിനുള്ള ഭക്ഷണം സമ്പാദിക്കാൻ പോലും ജോലി ഞങ്ങൾക്കില്ല. As we cannot do farming, we have no money to buy food items. കൃഷി ചെയ്യാത്തതിനാൽ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാനുള്ള പണമില്ല. Please save us from this bad condition. ഈ മോശം അവസ്ഥയിൽ നിന്നും ഞങ്ങളെ ദയവ് ചെയ്താൽ രക്ഷിക്കണേ. I request you to send me 200 pesos. 200 pesos ദയവ് ചെയ്താൽ അയച്ചു തരാൻ ഞാൻ യാചിക്കുന്നു. താങ്ക് യു. നന്ദി. ലെഞ്ചോ. വിട്ടുപോയ ഭാഗങ്ങളിലെല്ലാം ഓരോ ആൽഫബറ്റിക്സ് കൊടുത്തത് കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? ഇവിടെയുള്ള ഈ സെന്റൻസുകളിൽ ഓരോന്നിനും ചേരുന്ന ആൽഫബറ്റിക്സ് അതിനു നേരെ കളത്തിൽ നമുക്ക് എഴുതാം. ഉദാഹരണത്തിന് ലാസ്റ്റ് ടൈം എ, worse than before ബി, we all are scared of COVID-19 pandemic സി. അങ്ങനെ ഓരോ സെന്റൻസിനും അതിന് ചേരുന്ന ആൽഫബറ്റിക്സ് എടുത്തെഴുതാം. ആക്ടിവിറ്റി കാർഡ് 8. ലെറ്റ്സ് എഡിറ്റ്. നമുക്ക് സെന്റൻസസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ നോക്കൂ. There are some mistakes in them. അവയിൽ ചില തെറ്റുകളുണ്ട്. They are underlined. അവ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Correct them. നമുക്ക് ആദ്യത്തേത് നോക്കാം. Suddenly a strong wind began to blow.
പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി എന്നാണ്. ബ്ലിം എന്നല്ല, ബ്ലോ, കാറ്റ് വീശുകയാണ്. അതാണ് അവിടെ എഴുതേണ്ടത്. വെരി ലാർജ് ഹിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫാൾ. അടുത്തതോ, അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻടു ദ മെയിൽ ബോക്സ്. പേസ്റ്റഡ് എന്നതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. PASTED, പേസ്റ്റഡ് എന്ന് വേണം എഴുതാൻ. അടുത്തതോ, ദ പോസ്റ്റ് മാസ്റ്റർ ബ്രോക്ക് ഇൻടു എ ലോർജ് ബട്ട് ഇമ്മീഡിയറ്റ്ലി സീരിയസ് ഹി ടേൺ. അവിടെ വാചക ഘടകങ്ങൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ഹി ടേൺ സീരിയസ് എന്നാണ് ശരി. The postman looked on from the doorway of her office. പോസ്റ്റ്മാൻ ഒരു പുരുഷനായതുകൊണ്ട് ഹെർ എന്നല്ല ഹിസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവൻ്റെ ഓഫീസിൻ്റെ വാതുക്കലിൽ നിന്നും പോസ്റ്റ്മാൻ നോക്കി. ആക്ടിവിറ്റി കാർഡ് 9. ഹൂ ഈസ് ബെറ്റർ? മികച്ചത് ആര്? Complete the conversation using the hints given in the box below. താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലുള്ള സൂചനകൾ ഉപയോഗിച്ച് സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. I can run faster than you. My feathers are longer than yours. I am taller than you. See, I am bigger than this book. I can fly faster than you. തന്നിരിക്കുന്ന വാചകങ്ങൾ ഉപയോഗിച്ച് സ്പീച്ച് ബബിൾ ഒന്ന് പൂർത്തിയാക്കിയാലോ? ആദ്യത്തേത് ഒരു മുയലാണ് പറയുന്നത്. എന്തായിരിക്കും മുയൽ പറയുന്നത്? I can run faster than you. എനിക്ക് നിന്നേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും. അപ്പോൾ ആമ തിരിച്ച് എന്തായിരിക്കും പറഞ്ഞിരിക്കുക? തന്നിരിക്കുന്ന സൂചനകളിൽ ഉണ്ട്. യെസ്, യു ക്യാൻ റൺ ഫാസ്റ്റർ ദാൻ മീ ബട്ട് മൈ ബോഡി ഈസ് ഹാർഡർ. അതെ, നിനക്ക് എന്നേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും, പക്ഷേ എൻ്റെ ശരീരം കൂടുതൽ ബലമുള്ളതാണ്. അടുത്തത് ഒരു കാക്കയും മയിലും തമ്മിലുള്ള സംഭാഷണമാണ്. കാക്ക എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് നേരത്തെ തന്നിട്ടുണ്ട്, അതിൽ നിന്നും തിരഞ്ഞെടുക്കാം. I can fly faster than you. എനിക്ക് നിന്നേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയും. അപ്പോൾ മയില് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാർ ഒന്ന് തിരഞ്ഞെടുക്കൂ. അതെ, my feathers are longer than yours. എൻ്റെ തൂവൽ നിന്നേക്കാൾ നീളമുള്ളതാണ്. അടുത്തത് നമുക്ക് എല്ലാം അറിയാവുന്ന ടോമും ജെറിയുമാണ്. ടോം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? I am taller than you. ഞാൻ നിന്നേക്കാൾ വലുതാണ്. അപ്പോൾ ജെറി തിരിച്ച് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? തന്നിരിക്കുന്ന സൂചനകൾ നോക്കൂ. See, I am bigger than this book. നോക്കൂ, ഞാൻ ഈ പുസ്തകത്തിനേക്കാൾ വലുതാണ്. ആക്ടിവിറ്റി കാർഡ് 10. ക്രോസ് വേർഡ് പസിൽ. പദപ്രശ്നം. റീഡ് ഹിന്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ക്രോസ് വേർഡ് പസിൽ. താഴെയുള്ള സൂചനകൾ വായിച്ച് പദപ്രശ്നം പൂരിപ്പിക്കൂ. ആദ്യം നമുക്ക് വലത്തോട്ടുള്ളത് നോക്കാം. എക്രോസ്. ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. മരുഭൂമിയിലെ കപ്പൽ ഏതാണ്? അതെ, കെമൽ. അപ്പോൾ 2 നിന്നും വലത്തോട്ട് കെമൽ എന്ന് എഴുതാം. CAMEL. അടുത്തതോ, ദിസ് ഫിഷർമാൻ ഹാഡ് എ ഡാഷ് വിത്ത് ഹിസ് വൈഫ്. നാലാമത്തേത് വലത്തോട്ടാണ് എഴുതേണ്ടത്. ഫിഷർമാൻ ഭാര്യയുമായി എന്താണ് ചെയ്തത്?
അതെ, ഫൈറ്റ്, വഴക്കാണ് ഉണ്ടായത്. വലത്തോട്ട് എഴുതാം, ഫൈറ്റ് എന്നെഴുതാം. ലെൻജോ വാസ് വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ഡാഷ്. ലെൻജോ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്? അതെ, ഒരു നല്ല മഴയ്ക്ക് വേണ്ടിയാണ്. മഴയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? റെയിൻ. ആറിൽ നിന്ന് വലത്തോട്ട് എഴുതാം, RAIN. ടോം ആൻഡ് ഡാഷ് ആർ ടു പോപ്പുലർ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്. ടോമും ഡാഷും വളരെ ജനകീയമായ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. ടോമിന്റെ കൂടെ ആരാണ്? എല്ലാവർക്കും അറിയാം, ജെറി അല്ലേ? 7 നിന്ന് വലത്തോട്ട് എഴുതാം, JERRY എന്നെഴുതാം. This has 4 wheels. ഇതിന് 4 ചക്രങ്ങളുണ്ട്, 3 കള്ളികളിലാണ്. അവിടെയുള്ളത് എന്താണ് ആ വാക്ക്? കാർ. CAR എന്ന് 8 നിന്ന് വലത്തോട്ട് എഴുതാം. ഇനി താഴേക്ക് എഴുതാം, ഡൗൺ. The fisherman saw his dash in the mirror. ഫിഷർമാൻ എന്താണ് കണ്ണാടിയിൽ കണ്ടത്? അതെ, അയാളുടെ പ്രതിബിംബമാണ് കണ്ടത്. അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഇമേജ്. അപ്പോൾ 1 നിന്ന് താഴേക്ക് നമുക്ക് ഇമേജ് എന്ന് എഴുതാം. എമ്മും എയും ജിയും നേരത്തെയുണ്ട്. IE കൂടെ എഴുതുമ്പോൾ ഇമേജ് എന്ന വാക്ക് കിട്ടും. ലെൻജോ വർത്ത് എ ഡാഷ് ടു ഗോഡ്. ലെൻജോ എന്താണ് ദൈവത്തിന് എഴുതിയത്? അതും എല്ലാവർക്കും അറിയാം, കത്താണ് എഴുതിയത്. ലെറ്റർ അവിടെ LTR എന്നീ അക്ഷരങ്ങളുണ്ട്. ബാക്കി ETE എന്നും ചേർത്താൽ ലെറ്റർ എന്ന് കിട്ടും. ദിസ് ഈസ് എ കണ്ണിങ് അനിമൽ ഡാഷ്. ഇതൊരു സൂത്രശാലിയായ മൃഗമാണ്. ഏതാണ് ഈ സൂത്രശാലിയായ മൃഗം? നമുക്കറിയാം, കുറുക്കനാണ്. 4 നിന്നും താഴേക്ക് നമുക്ക് എഴുതാം. F എന്ന അക്ഷരം അവിടെ ഉണ്ട്. OX എന്ന് കൂടി എഴുതുമ്പോൾ ഫോക്സ് എന്ന് കിട്ടും. ദിസ് ഫിഷർമാൻ ഗോട്ട് എ ഡാഷ് ഫ്രം ദ സീഷോർ. മീൻപിടുത്തക്കാരന് കടൽ തീരത്ത് നിന്നും ഒരു ഡാഷ് കിട്ടി. എന്താണ് കിട്ടിയത്? അത് എല്ലാവർക്കും അറിയാം, കണ്ണാടിയാണ്. കണ്ണാടിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? മിറർ. നേരത്തെ ഫിൽ ചെയ്തതുപോലെ RR നമ്മൾ ഫിൽ ചെയ്തതാണ് അല്ലേ? ബാക്കിയുള്ള അക്ഷരങ്ങൾ നമ്മൾ എടുത്തെഴുതിയാൽ മതി. MRO കൂടെ ചേർത്താൽ 5 നിന്നും താഴേക്ക് മിറർ എന്നെഴുതാം. കൂട്ടുകാരെ, നമ്മുടെ ആക്ടിവിറ്റി 6 to 10 ചെയ്തു കഴിഞ്ഞു. ഇംഗ്ലീഷ് പാർട്ട് 2 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിരിക്കും, ബൈ.